ഇതുപോലെ എത്ര പൊട്ടിയ ബക്കറ്റും വാട്ടർ ടാങ്കും നമുക്ക് പൊടിയിപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്ന ബക്കറ്റ് കണ്ടാണല്ലോ. സാധാരണ ഇങ്ങനെയൊരു ബക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഈ ബക്കറ്റ് നോക്കിയാൽ എന്താ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അല്ലാതെ ഈ ബക്കറ്റിന് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളായാലും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ടാങ്ക് ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പൊട്ടിയാലും കളയാൻ തോന്നില്ല. പക്ഷേ എന്നാൽ അത് നമുക്ക് ഒട്ടിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഒട്ടിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്നിട്ടതാ നമുക്ക് വേണ്ടത് പൊടിയിപ്പ് വേണം. ഇതുപോലൊരു ഗ്ലൂ, ഒരു പശയും വേണം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ ബക്കറ്റിലൊന്ന് വെള്ളം ഒഴിച്ച് കാണിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എന്താ ബക്കറ്റ് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്, വെള്ളമെല്ലാം നല്ലപോലെ ഒഴുകി പോകുന്നുമുണ്ട്. ഈ പൊട്ടിയ ഭാഗത്തേക്ക് നമുക്ക് പൊടിയിപ്പ് വാരി നിറയ്ക്കാം. ഞാനിപ്പോൾ അത്രയും ഭാഗത്തായിട്ട് പൊടിയിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് വേണം നമുക്ക് ഈ പശ ഒഴിക്കാൻ. പശ ഇതിന് മുകളിലേക്ക് ഒഴിക്കുക. പൊട്ടിയ അത്രയും ഭാഗത്തേക്ക് മാത്രം മതി. ഇനി ഇതേപോലെ തന്നെ ഇതിനകത്തും നമുക്ക് ഇതേപോലെ തന്നെ വേണം ഒട്ടിക്കാൻ. അത്രയും ഭാഗത്തേക്ക് നമുക്ക് പൊടിയിപ്പ് പറക്കി വെക്കാം. അവിടേക്ക് വീണ്ടും നമ്മൾ ഈ പശ ഒഴിക്കുക. ഈ പൊടിയിപ്പിന് മുകളിലേക്ക് പശ ഒഴിക്കണം. ഇനി ഈ പശ പറ്റാത്ത ഭാഗത്തെ ആണെങ്കിൽ ഉപ്പുപൊടിയൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പോവും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ ഒട്ടിച്ച ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ബക്കറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും വെളിയിലേക്ക് പോകുന്നില്ല. ആ ഒട്ടിച്ചത് അതുപോലെ അതിലിരിപ്പുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ആ പുറത്തേക്കുള്ള ഉപ്പുകല്ലൊക്കെ ആണെങ്കിലും വെളിയിലേക്ക് അങ്ങ് പൊക്കോളും. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇരിക്കും.